പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവനം ധ്യാനിക്കാം. ദൈവനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ വേളയിൽ ദൈവജന ചിന്തയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധയിൽത്തിരിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം കൂടി വരുമ്പോഴൊക്കെ നമ്മളോട് ആഴമായി നമ്മുടെ ഹൃദയങ്ങളെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്ന ഈ രാത്രി നമ്മോട് സംസാരിപ്പാൻ കൃപ ചെയ്യട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളില് 11 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾക്ക് ചിന്തിച്ചു തുടങ്ങേണ്ടത്, വായിച്ചു തുടങ്ങുന്നത്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ വളരെ അനുഗ്രഹമായി ചിന്തിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. തെസ്സലോനിക്ക സഭയുടെ വിശ്വാസവും സ്നേഹവും അപ്പോസ്തലനെയും കൂട്ടരെയും കാണുവാനുള്ള അവരുടെ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പും അവർ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നു എന്നുള്ള വർത്തമാനം എല്ലാം അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ വാർത്തകൾ അറിഞ്ഞ് അതിനുശേഷമാണ് ഈ കത്ത് എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ കത്തിനകത്ത് ഇതെല്ലാം ഉൾപ്പെട്ടത്. അങ്ങനെ തിമോഥെയോസ് പോയിട്ട് വന്ന് വിവരങ്ങൾ പറഞ്ഞു. അതിന് ശേഷമാണ് അപ്പോസ്തലൻ ഈ കത്ത് എഴുതുന്നത്. അതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം വളരെ വ്യക്തമായി അപ്പോസ്തലൻ പൗലോസ് ഈ കത്തിൽ പ്രതിപാദിക്കുന്നു. അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അങ്ങനെ അപ്പോസ്തലന്റെ ഹൃദയത്തെ തണുപ്പിച്ച, നന്ദി പറയുവാൻ തക്കവണ്ണം തനിക്ക് കാരണമാക്കി തീർത്ത, എങ്ങനെ നന്ദി പറയണം, ഹൗ വി താങ്ക് ഗോഡ് ഫോർ യു. അത് എത്രമാത്രം അങ്ങോട്ട് എന്തൊരു സ്തോത്രം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. എങ്ങനെ അപ്പോസ്തലന് സ്തോത്രം ചെയ്യാൻ അറിയാത്ത ഒരാളല്ല, നമുക്കറിയാം നന്ദി പറയാൻ അറിയാത്ത ഒരാളല്ല. പക്ഷെ ഇത്രയും വലിയ ആത്മീക സന്തോഷം അനുഭവിച്ചപ്പം, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട കഷ്ടതയുടെ നടുവിലും സന്തോഷത്തിന്റെ വാർത്ത തിമോഥെയോസ് കൊണ്ടുവന്നപ്പോൾ അപ്പോസ്തലൻ പറയുക, അപ്പോസ്തലന് 3-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. എങ്ങനെ, ഹൗ വി താങ്ക് ഗോഡ് ഫോർ യു. എങ്ങനെ പറഞ്ഞത് നന്ദി അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനും ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു. അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥനയിൽ തുടരുന്ന അപ്പോസ്തലൻ അതവിടെ കത്തിൽ എഴുതുകയാണ്. നമ്മൾ കഴിഞ്ഞാഴ്ച ചിന്തിച്ചു ദാസന്റെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. 11-ാം വാക്യം, നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകിലും. നമ്മുടെ പല ഭാഗങ്ങളിലുള്ള പല പ്രാവശ്യം ദൈവനെ ചിന്തിച്ചു ഈ വാക്യം നമ്മൾ വായിച്ചതാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉള്ളപ്പോഴും അപ്പോസ്തലന് നല്ല ഉറപ്പുണ്ട്. ദൈവം തക്ക സമയത്ത് വഴി ഒരുക്കി തരാൻ ശക്തനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ താൻ മനസ്സുള്ളവനാണ്. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. അപ്പോസ്തലന് അറിയാം എന്തൊരു സന്തോഷമാണ്. കാരണം ഞാൻ ഒത്തിരി അവരെ കാണാൻ ആഗ്രഹിച്ചു, അവിടെ ചെന്ന് അവരെ ബലപ്പെടുത്താൻ ആഗ്രഹിച്ചു. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്തിനാ തളരേണ്ടത്? എനിക്കിപ്പം എങ്ങനെ നന്ദി പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് അറിയില്ല, എങ്ങനെ സ്തോത്രം പറയണമെന്ന് അറിയില്ല. അങ്ങ് ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവിതം ദുരന്തങ്ങളുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങള് ശരിക്കും വിശ്വാസം നിലനിൽക്കുവാൻ, അവര് നിലനിന്നത് ഞങ്ങൾ കൂടെ നിലനിൽക്കുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ജീവനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ, ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് ശരിക്കും ആഘോഷിക്കുവാൻ, അല്ലെങ്കിൽ അതിൽ ആനന്ദിക്കുവാൻ, ഡിലൈറ്റഡ് ആകുവാൻ, അങ്ങ് പ്രമോദിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലന് തിമോഥെയോസ് മടക്കിക്കൊണ്ടുവന്ന അല്ലെ പോയിട്ട് കൊണ്ടുവന്ന വാർത്ത കാരണമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം അപ്രകാരം തന്നെ ആയിരിക്കാൻ കർത്താവ് നമുക്കും കൃപ ചെയ്യട്ടെ. വഴി ദൈവം ഒരുക്കി തരും. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായി മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടപ്പെടണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാണ്. ഇപ്പം അപ്പോസ്തലന് വളരെ ഉറപ്പായി ഇത് തമ്മിൽ ഇവരുടെ സ്നേഹവും അപ്പോസ്തലൻ അവരോടുള്ള സ്നേഹവും അവർക്ക് അപ്പോസ്തലനോടും സഹപ്രവർത്തകരുള്ള സ്നേഹവും വളരെ അധികമാണെന്ന് മനസ്സിലായി. ഞാൻ പറയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കി ആ പരസ്പരമുള്ള സ്നേഹത്തിൽ അവര് വർദ്ധിച്ചു വരുവാനുള്ള ആഹ്വാനം അവിടെ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമെന്നും നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പോസ്തലന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് അവരുടെ മുമ്പിൽ വെക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി 2-ാം അധ്യായം അതിന്റെ
19, 20 വാക്യങ്ങളിലും അപ്പോസ്തലൻ ഇതേ കാര്യം അവരുടെ മുമ്പിൽ വെക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിച്ചു, എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ 2:19, 20 പറയുന്നു, നമ്മുടെ കർത്താവ് യേശുവിന് മുമ്പായ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകും നിങ്ങളല്ലയോ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. അപ്പൊ ആ ഏറ്റവും ആത്യന്തികമായി ഈ അപ്പോസ്തലൻ ഇറങ്ങിത്തിരിച്ചതിന്റെയും തെസ്സലോനിക്ക സഭ ഇറങ്ങിത്തിരിച്ചതിന്റെയും ആത്യന്തികമായ ലക്ഷ്യത്തെ എല്ലാ പ്രത്യാശയുടെയും പൂർണ്ണ നിശ്ചയത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അവിടെയാണ് അതിന്റെ പൂർണ്ണ നിശ്ചയം, അവിടെയാണ് അതിന്റെ ക്ലൈമാക്സ്, അതിന്റെ പൂർത്തീകരണം. അതിനെ കുറച്ച് നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അവരെ ആ ഒരു വരവിന് വേണ്ടി ഒരുക്കുന്ന അവരെ ദൈവസനിൽ നിങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, ഞങ്ങളുടെ പ്രശംസാ കിരീടമാണ്, ആശയാണ്, സന്തോഷമാണെന്ന് പറയുന്ന അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കർത്താവ് യേശു തന്നെ സകല വിശുദ്ധരുമായി മടങ്ങി വരുമ്പോൾ നിങ്ങൾ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലരും വിശുദ്ധരുമായി വെളിപ്പെടുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കട്ടെ. അങ്ങനെ ഒരു വലിയ എൻകറേജ്മെന്റ് അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ദൈവസേനയിൽ നിർമ്മലരും വിശുദ്ധരുമായി വെളിപ്പെടുന്ന ആ ദിനത്തെക്കുറിച്ച്, ആ പ്രത്യക്ഷ ദിനത്തെക്കുറിച്ച് അവരെ ഓർപ്പിക്കുന്നു. എന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് വരും. അത് കണ്ടിന്യൂഷൻ ആണല്ലോ, കത്ത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ച് വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇപ്പം സ്നേഹബന്ധം പരസ്പരമുള്ളത് മറ്റുള്ളവരോടത് കവിഞ്ഞു വരണം. ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ അവര് വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ബ്ലെയിംലെസ് ആയി, കുറ്റമറ്റവരായി കർത്താവ് തന്റെ വിശുദ്ധനുമായി പ്രത്യക്ഷതയിൽ വരുമ്പോൾ ഈ തെസ്സലോനിക്ക സഭയും ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആയി വെളിപ്പെടണമെന്നുള്ള ആ വലിയ ആഹ്വാനം കൊടുത്തിട്ട് അപ്പോസ്തലൻ അവരെ ക്രിസ്തീയ നടപ്പിനെ കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏത് നാട്ടിലായാലും ഏത് വീട്ടിലായാലും ഏത് കൾച്ചറിൽ ജീവിച്ചാലും, നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനം പഠിച്ച ആദ്യ സമയത്ത് ഞാൻ ഈ ഭാഗം ഒന്ന് സൂചിപ്പിച്ചത് നിങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കിങ്ഡം കൾച്ചർ, ഒരു ദൈവരാജ്യ സംസ്കാരം, അതിനെതിരാണ് തെസ്സലോനിക്ക സംസ്കാരം. അതുകൊണ്ട് അവരെ ഒരു ദൈവരാജ്യ സംസ്കാരത്തിലേക്ക്, ആ ജീവിത നിലവാരത്തിലേക്ക് അവര് ആയിരിക്കണമെന്നുള്ള വലിയ പ്രബോധനമാണ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് 4-ാം അധ്യായം തൊട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ നടക്കുന്നത് ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അങ്ങനെ നടക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ജീവിത ശൈലി ഉള്ളത് കൊണ്ട് ഇനി അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഈ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 4-ാം വാക്യം, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കും. 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് വളരെ, നമ്മൾ ഈ 3-ാം അധ്യായം വരെ ചിന്തിച്ചതെന്ന് വെച്ച് നോക്കിയാൽ ശരിക്കും വേണേ നമുക്ക് ഒരു ചോദ്യം ഉന്നയിക്കാം. തെസ്സലോനിക്ക സഭയ്ക്ക് ഒരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട്. കൊരിന്ത്യ സഭയോടാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും,
അവിടെ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരാമർശിച്ചുകൊണ്ട് അപ്പോസ്തലൻ കത്തെഴുതുന്നുണ്ട്. പക്ഷെ തെസ്സലോനിക്ക സഭയ്ക്ക് ഇത്രയും തന്റെ ഹൃദയത്തെ തണുപ്പിച്ച, എങ്ങനെ ഇവരെ ഓർത്ത് നന്ദി പറയണമെന്ന് എന്താ പറയണ്ടേ, കൺഫ്യൂഷൻ ആയിപ്പോയ, അങ്ങ് എന്തിനെ പറഞ്ഞത് ഫലിപ്പിക്കണം, അത്ര നിറഞ്ഞു കവിഞ്ഞ നന്ദിയുള്ള ഹൃദയമുള്ള, അവർ നിമിത്തം ഞങ്ങൾ ജീവിക്കുന്ന അവകാശപ്പെടുന്ന അപ്പോസ്തലൻ സഭയുടെ ജീവിത ശൈലിയെ ഒന്നും കൂടെ ഓർപ്പിച്ചുണർത്തുവാൻ ഇവിടെ ഇടയായിത്തീരുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ദൈവസഭയിൽ രണ്ട് രീതിയിൽ ദൈവം ഇടപെടും. മുന്നറിയിപ്പുകൾ, വചനങ്ങളെ തരും. അത് ഒന്ന്, നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഒരു ആജ്ഞ ഇവർക്ക് കൊടുക്കാൻ തക്കവണ്ണം ഇവർ ആഴമായ പാപത്തിലല്ലായിരുന്നു. കാരണം ഒരു സ്പെസിഫിക് സിന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്രകാരം നിങ്ങളുടെ കുറിച്ചൊരു അറിവ് കിട്ടിയെന്നോ അല്ലെങ്കിൽ, അപ്പൊ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാപം ഇവിടെ എടുത്തു പറയാതെയും തെസ്സലോനിക്ക വിശ്വാസികൾ അഗാധമായ പാപത്തിൽ അകപ്പെട്ടു എന്നുള്ള യാതൊരു വർത്തമാനവും ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടും അപ്പോസ്തലനായ പൗലോസ് നമ്മളിപ്പോൾ വായിച്ച ഈ ഭാഗങ്ങൾ ശക്തമായ പ്രബോധനമായി കത്തിൽ എഴുതി അയക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഇത് പാപത്തെ ശാസിക്കാൻ, റിബ്യൂക്ക് ചെയ്യാൻ വേണ്ടിയല്ല എഴുതിയത്, പാപത്തെ പ്രിവെന്റ് ചെയ്യാനാണ് എഴുതിയത്. അപ്പൊ രണ്ട് രീതിയിൽ ശുശ്രൂഷകൾ നടക്കും ദൈവസഭയോടുള്ള ബന്ധത്തിൽ. ഒന്ന്, പാപത്തെ ശാസിക്കും. കൊരിന്ത്യ സഭയിലോ നടന്നു. രണ്ട്, തെസ്സലോനിക്ക സഭയോട് ഇത് പറയുമ്പോൾ in order to prevent sin, Paul is not rebuking their sin. അവരുടെ പാപത്തെ ശാസിക്കുകയല്ല, അവരുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന്, അതിനെ തടയേണ്ടതിന്, പാപം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസ് ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും കൂടാതെ, ദൈവത്തിന് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ അതേ ഹൃദയം കൊണ്ട് ആ തന്റെ കൈകൾ ചലിച്ച് അവരോട് ഇങ്ങനെ വ്യക്തമായി ലൈംഗികമായ ജീവിതത്തിന്റെ, സെക്ഷുവൽ ലൈഫിന്റേതും അതുപോലെ തന്നെ വ്യക്തിപരമായി മനുഷ്യൻ സഭയിലെ ഓരോ അവയവങ്ങളും അവരുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ആ ഉത്തരവാദിത്തത്തെ പറയുവാൻ തനിക്ക് ഒട്ടും മടിയില്ലായിരുന്നു. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ അദ്ദേഹം ലജ്ജിച്ചുമില്ല. അപ്പൊ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷകൾ നടക്കുമ്പോൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കിക്കോണം. ഇന്ന് ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു ദുർനടപ്പ് വിട്ടുകൊടുക, അപ്പൊ ആരെങ്കിലും ഇവിടെ ദുർനടപ്പുള്ളതുകൊണ്ടാ പറഞ്ഞെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു ദ്രവ്യാഗ്രഹം വിട്ടൊഴിയുക. അപ്പൊ രണ്ട് രീതിയിൽ നടക്കാം. ഒന്ന്, പാപത്തെ ശാസിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അങ്ങനെയാണ്. നാം പാപം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വന്നാൽ തീർച്ചയായും അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഏതു തരം പാപമായാലും, അത് കോപിച്ചാലും ക്രോധിച്ചാലും കയ്പാണേലും പകയാണേലും അസൂയാണേലും ക്ഷമിക്കാൻ പറ്റാത്ത ആണെങ്കിലും, അത് വ്യഭിചാരമായാലും, അത് മദ്യപാനമായാലും, അത് പുകവലിയായാലും, ദ്രവ്യാഗ്രഹമായാലും, അത് പിണക്കായാലും അസൂയായാലും, അത് ഏത് രീതിയിലുള്ള നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന മോഹമായാലും ഒരു മനുഷ്യർക്ക് അറിയത്തില്ലായിരിക്കാം. നമ്മളെ മോഹത്തെ നിവർത്തിച്ചു പോലും കാണത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ദൈവസന്നിധിയിൽ നാം കൂടി വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ അതെ ഉരുത്തിരിയുന്ന പാപത്തിന്റെ ആ വേര് കണ്ടുകൊണ്ട് സംസാരിക്കും. അല്ല, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെ കുറിച്ച് വ്യക്തമായ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തും. അതെ, അനുതാപത്തിലേക്ക് നമ്മളെ നയിക്കും. ഏതനുതാപം? ദൈവികമായ ഒരു ഗോഡ്ലി സോറോ. ദൈവം നമുക്കൊരു ദൈവികമായ ദുഃഖം നമുക്ക് തന്നുകൊണ്ട് ആ മാനസാന്തരത്തിലേക്ക് തിരിയുന്ന ഒരു അനുതാപത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അത് തീർച്ചയായും അത് ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റത്തില്ല. ദൈവസഭയ്ക്കകത്ത് കർത്താവിന്റെ വരവ് വരെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം ആ ശുശ്രൂഷ സഭയിൽ നടന്നിരിക്കും. ഇല്ലെങ്കിൽ അത് സത്യസഭയല്ല.
പാപത്തെ ചൂണ്ടിക്കാണിക്കാതെ, പാപത്തിനെതിരെ സംസാരിക്കാതെ, പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിൽ ഒരിക്കലും അത് ദൈവാത്മാവിലല്ല. ഒന്നത് അത് അപ്പോസ്തലൻ വളരെ ഒരു മടിയും കൂടാതെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന കൊരിന്ത്യ സഭയോട് അത് ചെയ്തു. രണ്ട്, ഇത് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തെസ്സലോനിക്ക സഭ തന്നെ ഒരു കാര്യത്തിലും ദുഃഖിപ്പിക്കാത്ത സഭ, എല്ലാ കാര്യങ്ങളും തന്റെ തല ഉയർത്തിപ്പിടിക്കാൻ കാരണമായ തെസ്സലോനിക്ക സഭയോടും കൊരിന്ത്യരോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അപ്പോസ്തലൻ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും കാര്യമായ എന്തോ തകരാറ് തെസ്സലോനിക്ക സഭയിൽ ഉണ്ട്. പക്ഷെ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? കാരണം ഈ ലേഖനം തുടക്കത്തിൽ ഒടുക്കം വരെ പഠിക്കുമ്പോൾ, എന്നാൽ അവിടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടോ പുറത്ത്? ആ പുറത്തെ കുഴപ്പം, പുറത്തെ പാപ സ്വഭാവ ജീവിത രീതികൾ അകത്തേക്ക് വരാനുള്ള സാധ്യത ആര് മുന്നിൽ കാണുന്നു? അപ്പോസ്തലൻ മുന്നിൽ കാണും. അപ്പൊ ഇവിടെ ഒരു അഗാധമായ പാപത്തിൽ തെസ്സലോനിക്ക സഭയിലെ ആരെങ്കിലും അകപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഇവിടെ കഴിയത്തില്ല. എന്നാൽ ഇവിടെ പാപത്തെ തടുക്കേണ്ടതിന്, പാപത്തിൽ അവരെ പൂർണ്ണമായി രക്ഷിക്കേണ്ടതിന്, അകറ്റി നിർത്തേണ്ടതിനാണ് അപ്പോസ്തലൻ ഉപദേശം അവർക്ക് കൊടുക്കുന്നത്. Not to rebuke their sin, but to prevent them from sin. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദൈവസഭയിലെ ഓരോ പ്രിയപ്പെട്ടത് അറിഞ്ഞിരിക്കണം. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന്, പാപത്തെ ബോധ്യം വരുത്തിയിൽ നിന്ന് രക്ഷിപ്പാൻ രണ്ടിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപം ചെയ്ത ഒരാളോട്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട്, ദുർമാർഗങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരാളോട്, ദുർനടപ്പ് ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ അതും അവനെ രക്ഷിക്കാൻ തന്നെയാണ്. നശിപ്പിക്കാൻ വേണ്ടി, ആരുടെയും മുമ്പിൽ ചെറുതാക്കാനല്ല, ആരുടെയും മുമ്പിൽ മോശക്കാരനാക്കാനല്ല, നീ ഗുണപ്പെടത്തില്ല, നീ നന്നാകത്തില്ല എന്ന് പറയാനല്ല. ആ വ്യക്തിയുടെ പൂർണ്ണ മാനസാന്തരം ലക്ഷ്യം വെച്ചുകൊണ്ട് അനുതാപത്തോടെ മനം തിരിഞ്ഞ് ആ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ താൻ ഏൽപ്പിച്ചു കൊടുത്ത് പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജീവൻ നയിക്കാൻ വളരെ ആത്മത്തോടെ ആഴമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളെ പാപത്തെ കുറിച്ച് ശാസിക്കുന്നത്. രണ്ട്, അതേ ഉദ്ദേശത്തോടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അതേ സ്നേഹത്തോടെ തന്നെയാണ് കർത്താവ് പറയുന്ന പോലെ തന്നെ നടക്കുന്ന സഭയാണെങ്കിലും ആ സഭയ്ക്കും എന്തുണ്ട്? വേൾഡ്ലി കൾച്ചർ വന്ന് കയറാൻ സാധ്യതയുണ്ട്. ദൈവസഭ അറിഞ്ഞിരിക്കണം, ഇങ്ങനെയുള്ള ജീവിതശൈലി പുറത്തു കാണുമ്പോൾ ഇത് ഞങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകരുത്. കാരണം നിങ്ങളുടെ കൾച്ചർ ഇനി വേൾഡ്ലി കൾച്ചർ അല്ല, നിങ്ങളുടെ കൾച്ചർ ഇനി കിങ്ഡം കൾച്ചറാണ്. ദ കിങ്ഡം ഓഫ് ഗോഡിന്റെ, ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തിൽ ജീവിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടത് കൊണ്ട് വേൾഡ്ലി കൾച്ചറിനെ മാറ്റിയിട്ട്, തുടച്ചു മാറ്റിയിട്ട്, സകല തിന്മകളെ നീക്കിയിട്ട്, സകല ദുർനടപ്പിനെ നീക്കിയിട്ട്, സകല വ്യഭിചാരത്തെ നീക്കിയിട്ട്, പുറത്തു നടക്കുന്ന സകല അസന്മാർഗതയെ നീക്കിയിട്ട് ദൈവസഭയ്ക്ക് ഒരു കിങ്ഡം കൾച്ചർ നയിക്കാൻ പറ്റത്തില്ല. ദൈവസഭയ്ക്ക് എങ്ങനെ പറ്റത്തുള്ളൂ? ദൈവസഭ വക്രതയുള്ള തലമുറയെ തുടച്ചു മാറ്റുന്നവരല്ല, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വേർപെട്ടവരാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഈ വക്രതയുള്ള ഈ വിക്കഡ് ആൻഡ് പെർവേഴ്സ് ജനറേഷനിൽ നിങ്ങൾ നിങ്ങൾ പുറത്തു വാ, നിങ്ങൾ അകന്നു മാറ്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പോസ്തലൻ പറഞ്ഞത്, നമുക്ക് അതെ ഇത്രയും വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ വേർപെട്ടിരിക്കണം. നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധരായിരിക്കും. അപ്പൊ ലോകത്തിന്റെ അശുദ്ധിയെ കുറിച്ച് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കണ്ട. ലോകത്തിന്റെ മാലിന്യത്തെ കുറിച്ചോ, ലോകത്തിന്റെ അസന്മാർഗതയെ കുറിച്ചോ, ഓരോ ദിവസം കഴിയുന്തോറും പാപം നോർമലൈസ് ചെയ്യുന്നതിനെ കുറിച്ചോ, പണ്ട് നമ്മുടെ മാതാപിതാക്കൾ പാപം എന്ന് പറഞ്ഞ് അത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മാതാപിതാക്കളുടെ മുമ്പിൽ ചെയ്യാൻ ധൈര്യമുള്ള ഒരു തലമുറയായി മാറി. അപ്പൊ അത് മാറിക്കൊണ്ടേയിരിക്കും കൾച്ചർ. പക്ഷേ ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവനും ലോകത്തിലേക്കല്ല, പിന്നെയോ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് തല തിരിഞ്ഞ തലമുറയിൽ നിന്ന്, അതാ പെർവേഴ്സ് ജനറേഷൻ, വിക്കഡ് ആൻഡ് പെർവേഴ്സ് ജനറേഷൻ, തല തിരിഞ്ഞ ഒരു വക്രതയുള്ള തലമുറയിൽ നിന്ന് ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചവരിലേക്കാ ദൈവത്തിന്റെ ശ്രദ്ധ. അവരോടാ പറയുന്നേ, നിങ്ങൾ വേർപെട്ട് വന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും നോ പെർമിഷൻ, യു ഹാവ് നോ അതോറിറ്റി ടു ഫോളോ ദ വേൾഡ്ലി കസ്റ്റം. ഇത് തെസ്സലോനിക്ക സഭ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യൂ ചർച്ചാണ്. അവർ അതുവരെ ആചരിച്ചു വന്നത് തെസ്സലോനിക്കൻ കൾച്ചറാ, മാസിഡോണിയൻ കൾച്ചറാ. എല്ലാ
നമുക്കറിയാമല്ലോ, രാജ്യങ്ങളെ എടുത്തു നോക്കിയേ. ഓരോ യൂറോപ്പ് എടുക്ക്, അമേരിക്ക എടുക്ക്, അല്ലെങ്കിൽ ഏഷ്യ എടുക്ക്, എല്ലാ ഭൂഖണ്ഡങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഒരു കൾച്ചറുണ്ട്. അപ്പൊ ഒരു മാസിഡോണിയൻ കൾച്ചറിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ അപ്പോസ്തലന് വളരെ അഗാധമായ ആഗ്രഹമുണ്ട്. ഇവർ പാപത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം ഇവരെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവെന്ന് ഇവരെ ബോധ്യപ്പെടുത്തണം. വേറെ നമ്മളും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെയും എന്താ പറയണ്ടേ, നിൽക്കാനുള്ള ഒരു വലിയ ബലം അത് തന്നെയാ. നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലത്, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയുമ്പോഴാണ് നമ്മൾ കാലുകളെ പിൻവലിക്കുന്നത്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചേക്കാം, അല്ല ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നല്ലോ, ഞാൻ ചെയ്താൽ മാത്രം എന്താ കുഴപ്പം എന്ന് തോന്നുന്ന കാര്യങ്ങളും കാണാം. പക്ഷെ അവ പലതും നമ്മൾ എന്താ പറയണ്ടേ, പ്രാക്ടീസ് ചെയ്യാത്തത്, നമ്മൾ അതിലേക്ക് കൈ നീട്ടാത്തത്, കാലുകൾ കൊണ്ട് വെക്കാത്തത്, അവരുടെ നടുവിൽ ഇരിക്കാത്തത്, അല്ലെങ്കിൽ അത് കാണാത്തതിന്റെ പിന്നിൽ നമുക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ: പാസ്റ്റിനെ ഭയപ്പെട്ടിട്ടൊന്നുമല്ല. പാസ്റ്റ് എവിടെയെങ്കിലും വെച്ച് പിടിക്കും, കണ്ടുപിടിക്കും, അവര് കണ്ടുപിടിക്കും, വിശ്വാസികൾ കണ്ടുപിടിക്കും. ഇതൊന്നും ഭയന്നിട്ടല്ല, മറിച്ച് അതൊക്കെ ഒരു ബഹുമാനവും ഭയവും നമുക്കുണ്ട്. പക്ഷെ യഥാർത്ഥമായി നാം പാപത്തിൽ നിന്ന് പിന്മാറുന്ന ആരെ ഭയപ്പെട്ട? സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ടിട്ട് അദൃശ്യനായ ദൈവത്തിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവന് വിരോധമായി ഞാൻ പാപം ചെയ്യത്തില്ലെന്നുള്ള ഒരു യോസഫിന്റെ മനോഭാവം നമുക്ക് വേണ്ടേ. ഇത് ഇവരുടെ ഉള്ളിലേക്ക് ഈ തോട്ട് കൊടുക്കാൻ നിങ്ങൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ആ ചിന്ത അവരുടെ ഉള്ളിൽ കൊടുക്കാനാണ് ഈ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത്. അപ്പം ദൈവസഭ ഇത് അറിഞ്ഞിരിക്കണം. തെസ്സലോനിക്ക സഭയിൽ ഈ കത്ത് ചെല്ലുമ്പോ അവര് വായിക്കൂ, ഇത് പരസ്യമായിട്ട് അവിടെ വായിക്കണമല്ലോ. ഈ കത്ത് പൊതുവായി വായിക്കും. അവര് വായിച്ചിങ്ങനെ വരുമ്പോ നമ്മുടെ വരുന്ന പ്രത്യക്ഷത, സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷ നമ്മുടെ ദൈവവും പിതാവുമാരും മുമ്പാകെ വിശുദ്ധീകരണം അന്യന്തിരായി വെളിപ്പെടുമ്പോ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ, ആമേൻ. അവിടെ നിർത്തേണ്ടതാ അല്ലേ? അവിടെ അത് വലിയൊരു ക്ലൈമാക്സിൽ അത് വന്നു. അങ്ങനെ ചെയ്യുമാറാകട്ടെ, ആമേൻ, ഗോഡ് ബ്ലസ് യു, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വന്ദനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കത്ത് ഒരു പ്രതീക്ഷ പോലെ അവിടെ അവസാനിച്ചില്ല. അപ്പം ദൈവിക ഉപദേശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തരുമ്പോൾ അതിനകത്ത് ഇടറിപ്പോകാത്തൊരു മനോഭാവം നമുക്കുണ്ടായാൽ മതി. തീർച്ചയായും അത് നമുക്ക് വലിയ സുരക്ഷയായിരിക്കും. ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിഷയത്തെ അപ്പോസ്തലൻ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ ഉപദേശിച്ച പോലെയാണോ? പിന്നെന്താ കുഴപ്പം? അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അപ്പോസ്തല ഞങ്ങളോട് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? താങ്കൾ തന്നെ പറയുന്നു, താങ്കൾ ഉപദേശിച്ച പോലെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ഉപദേശിച്ച പോലെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കും. നിങ്ങൾ ഇതിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരണമെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അവസാനമായി അപേക്ഷിക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ യേശുവിന്റെ അധികാരത്താൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരുന്ന കൽപ്പനകൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നതാണ് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആ ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് നമ്മൾ ദൈവസഭയിൽ അറിയാവുന്ന കാര്യമാണ്. സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ദേഹിയിൽ നടന്നുകൊണ്ടേ ഇരിക്കണം, നടന്നുകൊണ്ടേ ഇരിക്കും. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച നമ്മൾ ദേഹിയുടെ വിശുദ്ധീകരണത്തിനായി ദിനംതോറും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേ. അപ്പം അങ്ങനെ പറയുമ്പോൾ അപ്പോസ്തലൻ അതൊന്ന് സ്പെസിഫൈ ചെയ്തു. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടാമായിരുന്നു, നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ അവിടെ നിർത്തിയില്ല. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം
ഇനി യേശുവിന്റെ ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത ആണല്ലോ, നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഹൗ ടു പ്രേ, ഹൗ നോട്ട് ടു പ്രേ. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്. ഹൗ ടു ഫാസ്റ്റ്, ഹൗ നോട്ട് ടു ഫാസ്റ്റ്. എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്. ഹൗ ടു ഗീവ്, ഹൗ നോട്ട് ടു ഗീവ്. എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കരുത്. അതാണ് ഈ പരീക്ഷന്മാരുടെ തലയ്ക്ക് വട്ടുപിടിപ്പിച്ചത്. എങ്ങനെ കൊടുക്കണമെന്ന് മാത്രം പഠിപ്പിച്ചിട്ട് അവർ ഇത്രയും ചൂടാകത്തില്ല. എങ്ങനെ കൊടുക്കല്ലെന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്ക് കയറിക്കൊള്ളും. കാരണം അവരങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം യേശു പഠിപ്പിച്ചിരുന്നെങ്കിൽ പരീക്ഷനും ശാസ്ത്രീയ കോപാകുലരാകത്തില്ല. എങ്ങനെ പ്രാർത്ഥിക്കരുത് പഠിപ്പിച്ചപ്പോൾ അവർ വിവേചിക്കപ്പെട്ടു. എങ്ങനെ ഉപവസിക്കണമെന്ന് മാത്രം യേശു പഠിപ്പിച്ചിരുന്നെങ്കിൽ അവരിത്രയും യേശുവിനോട് അവർക്ക് കയ്പും പകയും ഉണ്ടാകത്തില്ല. പക്ഷെ എങ്ങനെ ഉപവസിക്കരുത് പറഞ്ഞപ്പോൾ അതിനകത്ത് അവർ ഉൾപ്പെട്ടു. അതുകൊണ്ട് യേശു ഒത്തിരി ശത്രുക്കളെ സമ്പാദിച്ചു. പക്ഷേ ശത്രുക്കളെ സമ്പാദിക്കാനോ താനൊരു വ്യത്യസ്തത കാണിക്കാനോ യേശു അത് ചെയ്തത്. കാരണം പുതിയ തുരുത്തികൾ വാർത്തെടുക്കപ്പെട്ട് പുതിയ വീഞ്ഞ് പകരുമ്പോൾ ഇത് ചെയ്തേ മതിയാവും. പുതിയ തുരുത്തികൾ വാർത്തെടുക്കപ്പെടുകയും അവിടേക്ക് പുതിയ വീഞ്ഞ് പകരുകയും ചെയ്യുമ്പോൾ തുരുത്തി പൊളിയാതിരിക്കണമെങ്കിൽ, വീഞ്ഞ് ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നാം ഒരു പൊരുത്തപ്പെട്ട അവസ്ഥയിലേ പോത്തുള്ളൂ. എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ട് ഗുണമുണ്ടായത് ശിഷ്യന്മാർ ഒരിക്കലും കപടഭക്തരുടെ പ്രാർത്ഥന വിന പ്രാർത്ഥിച്ചിട്ടില്ല. അതായത് ഇന്ന് നമ്മൾ കേട്ടുവരുന്ന പ്രാർത്ഥന എങ്ങനെയാ? നമ്മുടെ സഭയിൽ ഇപ്പൊ അതില്ലാത്തതിനായി സ്തോത്രം. എങ്ങനെയാ അത്? ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ കിടന്നാലും വേണ്ടില്ല, ഞാൻ ഇന്ന് ചർച്ചിലാണല്ലോ. കർത്താവേ, കഴിഞ്ഞ ആഴ്ചയായി അനേക രോഗികളായി ആശുപത്രി കിടക്കുമ്പോൾ എന്റെ കുടുംബത്തെ സഭയെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവെ, അനേകർ കഴിഞ്ഞ ആഴ്ചയിൽ മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്റെ കുടുംബത്തെ ഞങ്ങളുടെ സഭയിൽ ആരും മരിക്കാഞ്ഞതിനായി സ്തോത്രം. ഈ പ്രാർത്ഥന ആരുടെ പ്രാർത്ഥനയാണെന്നറിയാമല്ലോ? കപടഭക്തിയുള്ള പരീക്ഷന്റെ ചുങ്കക്കാരനുമായി താരതമ്യം ചെയ്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥന അപ്പോസ്തലന്മാരാരും പ്രാർത്ഥിച്ചിട്ടില്ല. അവര് പ്രാർത്ഥിക്കുമ്പോൾ അയലത്തെ വീട്ടിൽ ആർക്കൊക്കെ അസുഖം ഉണ്ടെന്നും അപ്പുറത്തെ ആരൊക്കെ ആശുപത്രിയിലാണെന്നും വഴിയിൽ കൂടെ എത്ര ആംബുലൻസ് പോകുന്നല്ലോ അവര് നോക്കിയത് ആകാശത്തെ ഭൂമിയെ നിർമ്മിച്ച സർവശക്തനായ ദൈവമേ, പ്രതിസന്ധികൾ വർദ്ധിക്കുന്നു, പക്ഷെ ഈ പ്രതിസന്ധികളുടെ നടുവിലും നിന്റെ വചനത്തെ പ്രസ്താവിപ്പാനുള്ള ധൈര്യം തരണമേ. നീ സകലത്തിനും മതിയായ നിറവേർന്നൊക്കെ നിന്റെ തിരുവഴുത്തിലുള്ളതാ, അതിലൂടെ കടന്നു പോകാനുള്ള കൃപ തരണമേ. ഒന്ന് ചിന്തിച്ചേ പ്രിയരെ, യേശു അങ്ങനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആദിമസഭയിൽ ഒരു പ്രാർത്ഥന നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്താ അത്? യാക്കോബ് വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെട്ടു. പത്രോസിനെ അത്ഭുതകരമായി അവർണ്ണനീയമായ രീതിയിൽ, പത്രോസിന് പോലും ഇത് സ്വപ്നമാണെന്ന് തോന്നുന്ന രീതിയിൽ പത്രോസിനെ ഡെലിവർ ചെയ്ത് റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു. അന്നത്തെ സഭായോഗത്തിൽ, അതെ, യേശു ഇങ്ങനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അന്നത്തെ സഭായോഗത്തിൽ പത്രോസിന്റെ ഭാര്യയോ അല്ലെങ്കിൽ വീട്ടുകാരോ സഭയിലുള്ള അംഗങ്ങളോ പ്രാർത്ഥിച്ചേനെ, ദൈവമേ, യാക്കോബിന് വാളിനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും പത്രോസിനെ രക്ഷിച്ചതിനായി സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ സഭയ്ക്കകത്തെ അന്തരീക്ഷം എന്തായിരിക്കും? അപ്പൊ യാക്കോബ് നിർഭാഗ്യവാനും, യാക്കോബിനെ ദൈവം കോപത്തിൽ ഏൽപ്പിച്ചു. പത്രോസ് ഭാഗ്യവാനും, അവനെ വിടുവിച്ചു എന്ന് വരും. പക്ഷെ ആദിമസഭയ്ക്കകത്ത് ഒരു ഡിസ്പ്യൂട്ടുമില്ല. കാരണം അതെ, ആദിമസഭയ്ക്കകത്ത് അറിയാം, ദൈവം ഏൽപ്പിച്ചു കൊടുത്താൽ അത് ഭാഗ്യം, ഏൽപ്പിച്ചു കൊടുക്കാതെ ആയുസ് തന്നാൽ അത് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇന്നത്തെ ആൾക്കാര് സഭയ്ക്കകത്ത് പരസ്യമായി പേര് പറയത്തില്ലായിരിക്കാം, എങ്കിലും സഭയ്ക്കകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. അതെ, ഒരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ്, ഞങ്ങൾ ചെവിക്ക് കേട്ടിട്ടുള്ളതാ, ഒരു കുഞ്ഞിനെ, ഞങ്ങൾ വെളിയിൽ ഇരിപ്പുണ്ട്, ഒരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുക പാസ്റ്റർ. അപ്പൊ അദ്ദേഹം പറയണം, യോത്താവെ, അനേകർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കെ ഞങ്ങൾ ഈ കുഞ്ഞിനെ തന്നതിനാ. അപ്പൊ ഞങ്ങൾ വെളിയിൽ ഇരിപ്പുണ്ട്, വെളിയിൽ കസേരയിൽ ഇരിപ്പുണ്ട്. അങ്ങ് അമേരിക്കന്ന് വന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചേ, കർത്താവേ, അനേകർക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കെ. അപ്പം ഈ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന കൂട്ടത്തിൽ ആരുണ്ട്? ദൈവത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഉണ്ട്.
പക്ഷേ നമുക്ക് യേശുവിന്റെ പ്രാർത്ഥനയും യേശു പഠിപ്പിച്ചു അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ഇടറിപ്പോയില്ല. പക്ഷെ ബലഹീനരാണെങ്കിൽ, അത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും? ദൈവം ചിലരെ മാത്രം ആദരിക്കുന്നു, ചിലരെ ആദരിക്കുന്നില്ല, ചിലരുടെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നു, ചിലരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം അന്യായം കാണിക്കുന്നു, അനീതി കാണിക്കുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിലേക്ക് പ്രാർത്ഥന പോലും മുഖാന്തരമായി തീരും. സഭയ്ക്കകത്ത് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കും, സഭയ്ക്കകത്ത് അതെ വലിയ വേദനകൾ ഉളവാക്കും. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, നീ അങ്ങനെ പഠിപ്പിച്ചതിനായി സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ ദാനധർമ്മം ചെയ്യണം, എങ്ങനെ ചെയ്യരുത് അങ്ങ് പഠിപ്പിച്ചതിനായി സ്തോത്രം. അതിന് ഭയങ്കര ചലനാത്മക ശക്തിയാണ്. ഇത് രണ്ടും കൂടെ പഠിക്കുമ്പോൾ നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഒരു ശീലമുള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നമ്മുടെ സഭയ്ക്കകത്ത് ഇങ്ങനത്തെ കമ്പാരിറ്റീവ് പ്രയർ, താരതമ്യ പ്രാർത്ഥന ഇല്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ബോധമില്ല എന്താണ്, ആരൊക്കെയോ പ്രാർത്ഥിച്ചു കേട്ടു, അത് തന്നെ പ്രാർത്ഥിച്ചു വരുന്നു. തിരുത്താൻ ദൈവം പറയുമ്പോൾ തിരുത്തിയവർക്കായി ദൈവത്തിന് മഹത്വം കരയുന്നു. തിരുത്താൻ പറ്റാത്തവരോട് ഇന്ന് രാത്രി ദൈവം ഇടപെടേണ്ടതിനായിരിക്കാം ഒന്നുകൂടെ ദൈവം ഓർപ്പിച്ചത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളെ വിട്ടൊഴിയുക. യേശു ആ പ്രാർത്ഥനകളെ ശാസിച്ചു. ഇവനെ പ്രാർത്ഥിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എനിക്ക് കിട്ടി, മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. മറ്റുള്ളവരെല്ലാം രോഗികളായപ്പോൾ ഞങ്ങളെ സൗഖ്യത്തോടെ പാലിച്ചു, മറ്റുള്ളവരൊക്കെ മരിച്ചു പോയപ്പോൾ ഞങ്ങൾ ജീവനോടിരിക്കുന്നു. ഞാൻ പറയട്ടെ, അയ്യോ കഷ്ടമെന്ന് ആ പ്രാർത്ഥനയെ പറയാൻ പറ്റുന്നു. ദയവായി നമ്മുടെ ക്രിസ്തീയ ജീവിതം തരം താഴാതിരിക്കാൻ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രിയപ്പെട്ടവർ ഗൾഫിൽ പോകാം, അമേരിക്കയിൽ പോകാം, യൂറോപ്പിൽ പോകാം, നമുക്ക് സമ്പത്തുണ്ടാകാം, കാർ ഉണ്ടാകാം, വീടുണ്ടാകാം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാം, അവർ വലിയ സ്ഥാനത്തെത്താം, അവർ റാങ്ക് മേടിക്കാം, അവർ ഡോക്ടറാകാം, അവർ എഞ്ചിനീയർ ആകാം. ഇതൊക്കെ ദൈവസഭയ്ക്കകത്ത് നടന്നോട്ടെ, അതിനൊക്കെ ദൈവത്തിന് മഹത്വം കൂടെ. പക്ഷേ എഞ്ചിനീയർ ആകാത്ത, ഡോക്ടർ ആകാത്ത ഒരാക്കിടർച്ചയാകരുത് നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, ശിശുക്കൾ ജനിക്കട്ടെ, അവരെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. പക്ഷെ ശിശുക്കൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഒരു ഇടർച്ചയാകരുത് നിന്റെ അതെ പ്രഗ്നൻസിയോ ഡെലിവറിയോ. അതെ, ആ പ്രാർത്ഥന സഭയിൽ കൊണ്ടുവരുമ്പോൾ, ആ കുഞ്ഞിനെ സമർപ്പിക്കുമ്പോൾ ദൈവസഭയ്ക്കകത്ത് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് ആ പ്രാർത്ഥന, ആ ഡെഡിക്കേഷൻ ഇടർച്ചയാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആളുടെ ശൈലി പിന്തുടരണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു വന്ന ആ ശൈലി പിന്തുടർന്നാൽ നമ്മുടെ ഒരു നന്മയും ആർക്കും ഇടർച്ചയാകത്തില്ല. നമ്മുടെ സഭയിൽ അത് വ്യക്തമായി നമുക്ക് അറിയുകയും ചെയ്യും, അല്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് ഞാൻ ഇന്ന് വരെ, ഈ നാളെയോ അങ്ങനെ തന്നെ ആകട്ടെ, ഇതുവരെ ആരുടെയും ഭൗതിക നന്മകൾ ആർക്കും ഒരു ഇടർച്ചയായിട്ടില്ല. വിദ്യാഭ്യാസം ഇടർച്ചയായിട്ടില്ല, ജോലിക്ക് പുറത്തു പോയി ഇടർച്ചയായിട്ടില്ല, ശമ്പളം കിട്ടുന്ന ഇടർച്ചയായിട്ടില്ല. ഇവിടെ ശമ്പളമല്ല വരുന്നത്, ജോലിയല്ല വരുന്നത്, പിള്ളേരുമല്ല വരുന്നത്, കാറുമല്ല വരുന്നത്, വീടുമല്ല വരുന്നത്, ആരോഗ്യമല്ല വരുന്നത്. ഇവിടെ വരുന്നത് വിളിച്ചവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുക, ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജീവിതം നയിക്കുക. ഓരോ ദിവസവും ദൈവത്തോട് വിശ്വസ്തരായിരിക്കും. ഇത് ഈ സന്ദർഭവശാൽ ദൈവം ഓർപ്പിക്കുന്നോണ്ട് ഞാൻ പറയുക. അതുകൊണ്ട് യേശു ഒത്തിരി ശത്രുക്കളെ സമ്പാദിച്ചു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇവൻ ഞങ്ങളെയാണല്ലോ പറയുന്നത്. കാരണം യേശു എങ്ങനെ പ്രാർത്ഥിക്കരുത് പഠിച്ചപ്പം അവരങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ. അപ്പൊ അവരൊരു കാര്യം ചെയ്താൽ പോരായിരുന്നോ? അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടായെങ്കിൽ തിരുത്തിയാ പോരെ? പക്ഷെ തിരുത്തത്തില്ല. അങ്ങനെ ഞങ്ങളെയാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ഉപവസിക്കുന്നത്, എന്നാൽ ഞങ്ങൾ ഇനി അങ്ങനെ ഉപവസിക്കുന്നില്ല. യേശു പറഞ്ഞു ഉപവസിക്കാൻ അവർ തീരുമാനിക്കത്തില്ല. ഇങ്ങനെ ദാനധർമ്മം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ കയറിക്കൊണ്ടു. പക്ഷെ അവർ തീരുമാനിച്ചാൽ മതിയായിരുന്നു, അയ്യോ ഇത് ദൈവത്തിന് പ്രസാദമല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇങ്ങനെ കാഹളം ഊതി കൊടുക്കുന്നില്ല, ഞങ്ങൾ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കാം എന്ന് തീരുമാനിച്ചോ? ഇല്ല. എന്താ കാര്യം എന്നറിയോ? കാഹളം ഊതി കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാതെ കൊടുക്കുന്ന. കാഹളം ഊതി കൊടുക്കുന്നവന് ശരിക്കും അനുതാപവും മാനസാന്തരം ഉണ്ടായി മനം തിരിഞ്ഞാൽ മാത്രമേ യേശുവിന്റെ ഉപദേശം പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ. അല്ലാത്തവൻ എന്നാന്നറിയോ? അവൻ ഒരു കാര്യം ചെയ്യും, വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാതെ കൊടുക്കാൻ പറ്റത്തില്ല, വേണേ കൊടുപ്പ് നിർത്തും, എന്നാൽ യേശു മുതൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിന്റെ ഉപദേശം പുതിയ വീഞ്ഞ് അത്ര എളുപ്പമുള്ള പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തില. അതുകൊണ്ട് യേശു ശാസ്ത്രിമാരെ പരീശന്മാരെയും വിളിച്ചിട്ട് തിരുത്താൻ വേണ്ടിയാണ് ഇത് ഉപദേശിച്ച. പിന്നെ ഒരു പുതിയ തുരുത്തികളെ വാർത്തെടുത്തോണ്ട് അവിടേക്കായി വീഞ്ഞു പകർന്നേ. അല്ല ശാസ്ത്രിമാര് വന്നാട്ടെ, പരീശന്മാര് വന്നാട്ടെ, ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്ന യേശു അവരോട്. യേശു തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചപ്പോ അവർക്കുള്ളത് കിട്ടി. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരാം.
ഞാൻ എന്തിനാ ഇത് പറഞ്ഞു നിങ്ങൾ ഓർപ്പല്ലേ? അപ്പോസ്തലൻ അവരോട് ഇങ്ങനെ പറയാമായിരുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണം ആണ് ദൈവത്തിന്റെ ഇഷ്ടം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞങ്ങ് വിടാം. പക്ഷേ അപ്പോസ്തലൻ ആ കൾച്ചറിലേക്കൊന്ന് ഇറങ്ങിച്ചു. തെസ്സലോനിക്കൻ കൾച്ചർ ഒന്ന് പരാമർശിച്ചു. കാരണം തെസ്സലോനിക്കർക്ക് ഇത് കേൾക്കുമ്പം പരിഭ്രമവും വിറയലും ഒന്നുമില്ല. കാരണം അവരുടെ ചുറ്റുപാട് നടമാടുന്ന ലൈംഗിക അധാർമികതയെ കുറിച്ച് അവരും കഴിഞ്ഞുള്ളതിന്റെ ഭാഗവാക്കുകളായിരുന്നു. അവർക്ക് നന്നായിട്ടറിയാം അവരുടെ തെസ്സലോനിക്ക പട്ടണത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. പട്ടണത്തിലുള്ള രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ മാറ്റം. നമ്മുടെയും പട്ടണങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അത് മാറുമെന്നൊട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട. അത് നാൾക്ക് നാൾ അധർമ്മത്തിലേക്ക് നീങ്ങത്തുള്ളൂ. പക്ഷെ യേശു പറഞ്ഞ വാക്കോർക്കുക, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. യേശു പറഞ്ഞത്, എനിക്ക് നോക്കേണ്ടത് എനിക്ക് വേണ്ടി കന്യകയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ നിർമ്മലരും വിശുദ്ധരുമായിരിക്കാൻ ആയിരിക്കാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ശ്രമിക്കും. ഈ തീരുമാനത്തിൽ അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ഇനി ആരെ പോലെ ആകരുത്. ഇങ്ങനെ ആകണമെന്ന് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ആരെ പോലെ ആകരുത്. നിങ്ങൾ ദൈവത്തെ അറിയാത്ത യഹൂദരെ പോലെ, ജാതികളെ പോലെ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്തവരെ പോലെ, കാമാസക്തിയിൽ പെടാതെ അസന്മാർഗികത വിട്ടൊഴിഞ്ഞ്. അപ്പൊ ഈ രണ്ട് കാര്യവും വളരെ ശക്തമായി നടമാടുന്ന പട്ടണമാണ് തെസ്സലോനിക്ക പട്ടണം. സെക്ഷുവൽ ഇമ്മോറാലിറ്റി വളരെ ശക്തമായി നിലകൊള്ളുന്ന പട്ടണത്തിൽ നിന്നാണ് ദൈവം ഇവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങൾ ഇവരെ പോലെ ആകരുത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്. കാമാസക്തിയിൽ പെടാതെ അസന്മാർഗികത വിട്ടൊഴിഞ്ഞ് വിശുദ്ധവും മാന്യവുമായി നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. കാരണം അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഈ പട്ടണ നിവാസികൾ തന്നെയാണ്. നിങ്ങൾ എന്താ പറയണ്ടേ, യഹോവയായ ദൈവം കായിനോട് പറഞ്ഞ പോലെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന് നിന്നോടാകുന്നു ആഗ്രഹം, നീ അതിനെ കീഴടക്കണം എന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുക. തെസ്സലോനിക്ക വിശ്വാസികളെ, നിങ്ങളുടെ പട്ടണത്തിന്റെ സ്ഥിതി നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയാം. ഇനിയും നിങ്ങൾക്ക് തെസ്സലോനിക്കൻ കൾച്ചറിൽ ജീവിക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ഇവരുടെ അത് ഞാൻ ആദ്യ സമയത്തെ ക്ലാസ്സിൽ ഞാൻ ഒന്ന് പരാമർശിച്ചു പോയിരുന്നു. തെസ്സലോനിക്ക പട്ടണത്തിൽ നമ്മൾ ഈ മോറാലിറ്റി എന്ന് ഇപ്പൊ അപ്പോസ്തലൻ ഉപയോഗിച്ച ഈ അസന്മാർഗികതയുണ്ടല്ലോ, അത് ആ പട്ടണത്തിൽ ആ വാക്ക് ഉപയോഗിക്കത്തില്ല. അവിടെ അങ്ങനുള്ള ആ ബിഹേവിയറും അങ്ങനുള്ള ലൈംഗിക അധാർമികതയും ഒരിക്കലും അവരുടെ മാന്യതയെ കെടുത്തിക്കളയുന്നില്ല.
മാന്യരല്ലാതെ വിശുദ്ധവും മാന്യവുമായി നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. അതേ നേരത്തെ ആയിരുന്നപ്പോൾ നിങ്ങൾക്കത് വിഷയമല്ല. കാരണം അത് അശുദ്ധിയോ അത് നിന്ദ്യമായിട്ടോ അവിടെ എണ്ണപ്പെടുന്നില്ല. അത് പാർട്ട് ഓഫ് ദ കൾച്ചറായിരുന്നു. ഇനിയും നിങ്ങൾ അത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, ഞങ്ങളുടെ കൾച്ചറിലുള്ളതാണ്. ഇതൊന്നും ഒരു അസന്മാർഗതയല്ല, ഇതൊന്നും ഒരു എന്താണ് കാമാസക്തിയല്ല, ഇതൊന്നും പാപമല്ല, ഇതൊന്നും അശുദ്ധിയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക പോലും അരുത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇട്ടുകൊടുത്തത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം. എന്നിട്ട് അടുത്ത പറയുക, ഈ വിശുദ്ധീകരണമാ ദൈവത്തിന് ഇഷ്ടമുണ്ട്, നിങ്ങളവിടെ പൂരിപ്പിക്കാൻ പറ്റും, ഞാൻ തന്നെ പൂരിപ്പിക്കാം. ഞാൻ ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഇട്ട് ഞാൻ പോവല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടമെന്ന്. എന്താണ് നിങ്ങളുടെ വിശുദ്ധത പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് നിങ്ങൾ പാപത്തിൽ അകപ്പെട്ടു എന്നുള്ള വർത്തമാനം തിമോത്തിയോസ് കൊണ്ടുവന്നോണ്ടല്ല, പിന്നെയോ തെസ്സലോനിക്ക പട്ടണത്തിന്റെ മാസിഡോണിയൻ കൾച്ചർ എന്ന അപ്പോസ്തലൻ നന്നായിട്ട് അപ്പം സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. കാരണം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കാൻ പറ്റും. സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്നത് സിൻ അഗൈൻസ്റ്റ് വൺസ് ഓൺ ബോഡി. ലൈംഗിക അധാർമികത എന്ന് പറയുന്നത് ഒരുവൻ തന്റെ ശരീരത്തോട് ചെയ്യുന്ന പാപമാണ്. അത് 1 കൊരിന്ത്യർ 6:18 വ്യക്തമായി പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:18 അപ്പോസ്തലൻ അവരോട് പറയുന്നുണ്ട്, എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനമുള്ളവയല്ല. എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ ഞാൻ ഒന്നിനും അധീനനാവുകയില്ല. ഞാൻ ഇച്ചിരി കയറിയാന്ന് വായിക്കുന്നേ. ഓക്കെ, എന്നാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഉദരം ആഹാരത്തിന്, എന്നാൽ ദൈവം ഇവ രണ്ടുമില്ലാതാക്കും. ശരീരം ലൈംഗിക അധർമ്മത്തിനുള്ളതല്ല. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും അത്രേ. ദൈവം തന്റെ ശക്തിയാൽ കർത്താവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു, അവിടുന്ന് നമ്മെയും ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്നറിയുന്നില്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയുമായി ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് അറിയുന്നില്ലേ? അവരിരുവരും ഏക ശരീരമായി തീരും എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ആത്മാവിൽ അവിടുത്തോട് ഒന്നായി തീരുന്നു. എന്നിട്ട് വാണിംഗ്, ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുക. ഒരാൾ ചെയ്യുന്ന ഏത് പാപവും തന്റെ ശരീരത്തിന് പുറത്താകുന്നു. എന്നാൽ ലൈംഗികമായ പാപം ചെയ്യുന്നവൻ സ്വന്തം ദേഹത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നറിയുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഇവിടെയും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം എന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ദുർനടപ്പിനെ സംബന്ധിച്ച. പക്ഷെ നമ്മൾ പലപ്പോഴും ആ ഭാഗങ്ങളിലേക്ക് ചിന്തിക്കത്തില്ല. നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്നൊരു ഭാഗത്തിൽ മാത്രമേ നമ്മൾ നിൽക്കത്തുള്ളൂ. പക്ഷെ അപ്പോസ്തലൻ ഈ വചനത്തിലേക്ക് വരുന്നത്
ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങളിൽ വസിക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് അറിയുന്നില്ലേ എന്ന് പറഞ്ഞത് പർട്ടിക്കുലർലി ഈ സിനിന് പരാമർശിച്ചുകൊണ്ടാണ്. അപ്പോൾ കൊരിന്ത്യ പട്ടണത്തിൽ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അതും എന്താണ്? വയറെന്തിനാ? ആഹാരത്തിന്. ആഹാരം എന്തിനാ? വയറിന്. പിന്നെ ക്രിസ്തീയ ജീവിതമല്ലേ, എനിക്കെല്ലാം അപ്പൊ എല്ലാം അനുവദനീയമാ, എവറിതിങ് ഈസ് പെർമിസിബിൾ. പക്ഷെ അപ്പൊ പറയാ എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പ്രയോജനമുള്ളവയല്ല. എനിക്കെല്ലാം അനുവദനീയമാണ്, എന്നാൽ ഞാൻ ഒന്നിനും അധീനനാകുകയില്ല. ദൈവം എന്തു പറയുന്ന ഭക്ഷണമെല്ലാം അത് ലൈംഗിക ജീവിതത്തെ ലൈംഗിക അധർമ്മതയുടെ അനുവദനീയമല്ല പറഞ്ഞേ. ഏത് ഭക്ഷണവും കഴിക്കാം. എന്താണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെ ഭക്ഷണത്തിന് നിയമങ്ങളില്ല എന്ന് പറഞ്ഞ് വയറ് ഭക്ഷണത്തിനും ഭക്ഷണം വയറിനാന്നും പറഞ്ഞ് എന്തേ ഭക്ഷണപ്രിയരെ അധീനമാകുന്ന എന്താണ് മോഹങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, സ്വന്തം താല്പര്യങ്ങൾക്ക് അതെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ അപ്പോസ്തലൻ ആരെയും അനുവദിച്ചില്ല. എന്നിട്ട് ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെ നിങ്ങളിൽ ചിലർ ഇങ്ങനെ ചിന്തിക്കരുത്, ശരീരവും ലൈംഗിക അധർമ്മത്തിനും പിന്നെന്തുവാ ലൈംഗിക ജീവിതം ശരീരത്തിനും ഉള്ളതാണെന്ന് ചിന്തിക്കുന്ന ഏത് കൾച്ചറാ അത്? കൊരിന്ത്യൻ കൾച്ചർ. എന്താണ് കൊരിന്ത്യൻ കൾച്ചർ? വയറ് ആഹാരത്തിനും, ആഹാരം വയറിനും. ശരീരം ലൈംഗിക ആസക്തിക്കും ലൈംഗിക ജീവിതത്തിനു വേണ്ടിയാണ് ശരീരം. അപ്പോൾ ഈ കൾച്ചറിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാ നിങ്ങൾ. പക്ഷെ ആ കൾച്ചർ നിങ്ങൾ ഫോളോ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും കരുതണ്ട. കാരണം നിങ്ങളുടെ ശരീരത്തെ ദൈവം തന്റെ പുത്രനെ ഉയർപ്പിച്ച പോലെ നിങ്ങളെ ഉയർപ്പിക്കുവാൻ വേണ്ടി രക്ഷിച്ചതാ നിങ്ങളെ. മാത്രമല്ല നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം മാത്രമല്ല, നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ നിങ്ങൾ ക്രിസ്തുവുമായി ഒന്നായി തീർന്നു. അതിന്റെ അർത്ഥം ഇനിയും നിങ്ങൾക്ക് സ്വന്തമല്ല. കൊരിന്ത്യൻ കൾച്ചറിലെ ആ ശൈലി കൊരിന്ത്യ സഭയെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നിങ്ങൾ കാണുന്നത് രക്ഷിക്കുന്ന ദൈവത്തിന്റെ മുഖമല്ല, ശിക്ഷ വിധിക്കുന്ന ദൈവത്തിന്റെ മുഖമായിരിക്കും. തെസ്സലോനിക്കർ അതേ സന്ദേശം കൊടുക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ തെസ്സലോനിക്കൻ കൾച്ചറും ഒട്ടും വ്യത്യാസമല്ല. അവിടെയും നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഈ കൾച്ചർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളും ഈ തീരുമാനത്തിൽ നിങ്ങൾ നിന്നോണം. കാരണം ദൈവം ഞങ്ങളെ രക്ഷിച്ചത്, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട് ഞങ്ങൾ ദിനം തോറും വിശുദ്ധീകരിക്കപ്പെടുക. ഇനിയും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്നത് പോലെ അങ്ങനെ പാപം ചെയ്യുവാൻ ഇടവരാതെ ഞങ്ങളുടെ ശരീരത്തെ പാപം ചെയ്യാതെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് അവരുടെ മേൽ റെസ്പോൺസിബിലിറ്റി ഇട്ടു കൊടുത്തു. പ്രിയരെ, വിശ്വാസത്തിൽ വന്നു കഴിയുമ്പം ഈ റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടെങ്കിൽ എന്റെ ശരീരത്തെ വിശുദ്ധമായും മാന്യമായും കാത്തു സൂക്ഷിപ്പാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധ്യമുള്ളവർക്ക് തികച്ചും ലൈംഗിക അധർമ്മത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനായി അവരെ സഹായിക്കും. ഈ കാര്യത്തിൽ ആരും സഹോദരങ്ങളെ ചതിക്കാനും ചൂഷണം ചെയ്യാനും പാടില്ല. ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കാതിരിക്കുകയില്ല എന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൊ രക്ഷയുടെ സുവിശേഷം അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയിൽ പങ്കുവെക്കുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതശൈലിയും കർത്താവിന് അവരോടുള്ള കൽപ്പനകളും പങ്കുവെച്ചിട്ടുണ്ടെന്ന് ഈ ഭാഗത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോസ്തലൻ പറയാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കാതിരിക്കയില്ല എന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ളതാണല്ലോ.
ദൈവം നമ്മെ മലിനത നിറഞ്ഞ ജീവിതത്തിനല്ല, മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ആകയാൽ ഈ നിർദ്ദേശങ്ങൾ നിരസിക്കുന്നയാൾ മനുഷ്യരെയല്ല, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയ ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. അതായത് all sexual behavior outside of the marriage covenant is sin. വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടവർ ആ വിവാഹ ജീവിതത്തിന് പുറത്ത് ഏതെങ്കിലും രീതിയില് എന്തു പറയണ്ടേ, സംസാരത്തില്, പെരുമാറ്റത്തില്, അതെ മൊബൈല് യൂസ് ചെയ്യുന്ന വിധത്തില്, ടെക്സ്റ്റ് ചെയ്യുന്ന വിധത്തില്, ഫോൺ ചെയ്യുന്ന വിധത്തില് ഏതെങ്കിലും രീതിയിൽ അതെ മോശമായി ബിഹേവ് ചെയ്താൽ അത് പാപമാണ്. തെറ്റിദ്ധരിക്കരുത്, ചിലത് മാത്രമാ പാപമെന്ന്. ഉടമ്പടി ചെയ്ത് അതെ വിവാഹത്തിൽ ഏർപ്പെട്ടവരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, വിവാഹത്തിൽ ഏർപ്പെടാത്തവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നാൽ വിവാഹ ബന്ധത്തോടുള്ള കാര്യത്തിൽ പറയുമ്പോൾ ആരും ആരെയും ചതിക്കാനും ചൂഷണം ചെയ്യാനും പാടില്ല. കാരണം ദൈവം അങ്ങനെയുള്ളവരെ ശിക്ഷിക്കാതെ വിടത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസകരവും ഇന്ന് നടക്കുന്നതും ഏറ്റവും വലിയ വൈരുദ്ധ്യമായി പിശാചിന്റെ തന്ത്രങ്ങളാൽ കുടുങ്ങിപ്പോകുന്നൊരവസ്ഥ കേൾക്കണോ? അതെന്തെന്ന് ചോദിച്ചാൽ, ദൈവം കുടുംബജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന സെക്ഷുവൽ ലിബർട്ടി, ലൈംഗിക ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം കുടുംബ ജീവിതത്തിലാണ് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അങ്ങനെയുള്ള അതെ കുടുംബജീവിതത്തിനകത്തുള്ള സെക്ഷുവൽ ലിബർട്ടിയെ അല്ലെങ്കിൽ ലൈംഗികമായി ലഭിക്കേണ്ട സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും പിശാചി ഡിസ്കറേജ് ചെയ്തിട്ട് കുടുംബജീവിതത്തിന്റെ പുറത്തുള്ള അതെ ലൈംഗിക ആസ്വാദനത്തിനായി എൻകറേജ് ചെയ്യും. അതാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം. അത് ദൈവമക്കൾ തിരിച്ചറിയണം. ഒന്നുകൂടെ ഞാൻ പറയാം. അതെ, ഗോഡ് ഗ്രാൻഡ് സെക്ഷുവൽ ലിബർട്ടി ഇൻ ദ മാരേജ് റിലേഷൻഷിപ്പ്. എബ്രായർ 13:4 എടുക്ക്, 1 കൊരിന്ത്യർ 7:5 എടുക്ക്. വചനം വ്യക്തമായി ഒരു മറയും കൂടാതെ ഒരു കുടുംബ ജീവിതത്തിൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന, വിഭാവന ചെയ്തിരിക്കുന്ന, പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തോടെ ഒരശുദ്ധിയും വരാതെ വിശുദ്ധീകരണത്തോടെ ജീവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന കുടുംബ ജീവിതത്തിലെ ലൈംഗിക സന്തോഷവും ലൈംഗിക സ്വാതന്ത്ര്യവും ദൈവം വെച്ചിരിക്കുന്നതിനെ ഒരിക്കലും അതിലേക്ക് കൊണ്ടുപോകാതെ കുടുംബ ജീവിതത്തിന്റെ പുറത്തുള്ള വിവാഹേതര അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ആൾക്കാരെ വശീകരിക്കും. കാരണം അവിടെ എന്ത് സംഭവിക്കും? അവിടെ അശുദ്ധി സംഭവിക്കും, അവിടെ മാന്യതക്കേടുണ്ടാകും, നിന്നാപാത്രമാകും, നിന്ദ്യമായി. ഇവിടെ എന്താ അപ്പോസ്തലൻ പറഞ്ഞേ? നിങ്ങൾ വിശുദ്ധരും അനിന്ദ്യരുമായി വെളിപ്പെടണം, ബ്ലെയിംലെസ് ആയി വെളിപ്പെടണം. പക്ഷെ ഇങ്ങനെ സംഭവിച്ചാൽ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ബ്ലെയിംഫുൾ ആവും, നമ്മൾ കുറ്റക്കാരായി തീരും. പ്രിയരെ, സാത്താന്റെ തന്ത്രം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ദൈവം കുടുംബജീവിതത്തിൽ അകത്തു വെച്ചിരിക്കുന്ന ലൈംഗിക സ്വാതന്ത്ര്യം, സെക്ഷുവൽ ലിബർട്ടിയെ അത് എന്താ പറയണ്ടേ, അതിനെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ട് അത് ഒരു കുടുംബ ജീവിതത്തെ ഏറ്റവും ബോറാക്കിക്കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ദൈവം അതെ കൂട്ടിച്ചേർക്കുമ്പോൾ വെച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? പുറത്തുള്ള കാര്യങ്ങളിലേക്ക് വശീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദമ്പതികളിൽ പലരെയും കൊണ്ടെത്തിക്കും. കാരണം അകത്ത് അവർക്ക് ലൈംഗിക ജീവിതത്തിന്റെ സന്തോഷമില്ല, സ്വാതന്ത്ര്യമില്ല, ദൈവം ഉദ്ദേശിക്കുന്ന കുടുംബജീവിതമില്ല. എന്തിനാണെന്ന് അങ്ങനെ വരുമ്പോൾ സാത്താൻ അവരെ വശീകരിക്കാൻ എളുപ്പം. ഞാൻ ഓർത്തു, ഞാൻ ഈ ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തു, അപ്പോസ്തലന് പരസ്യമായി കത്ത് പ്രസംഗിക്കാനും പറയാനും മടിയില്ലാത്തപ്പോൾ ഞാൻ എന്തിനീ മടിക്കണേ? ഇങ്ങനെ പലതും പറയാത്തോണ്ടല്ലേ പലരുടെയും ജീവിതം ഏറ്റവും ഇരുട്ടിലായി പോകുന്നത്, പലർക്കും അറിയാതെ പോകുന്നത്. കാരണം വേദപുസ്തകത്തിന് മറയില്ല എങ്കിൽ 1 കൊരിന്ത്യർ എടുത്തു നോക്ക്, എബ്രായർ 13:4 എടുത്തു നോക്ക്. അവിടെ കിടക്കയെ കുറിച്ച് തന്നെ എടുത്തു പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ വിവാഹ ദിനത്തിൽ വായിക്കാൻ മാത്രമുള്ളതല്ല പ്രിയരെ, അത് വിവാഹ ദിനം കഴിഞ്ഞിട്ട് അത് ജീവിതത്തിൽ എബ്രായർ 13:3 വാക്യം അല്ല 4 വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യവും
കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ഈ വാക്യം അറിയാത്ത ആരുമില്ല, എനിക്കറിയാം. പക്ഷെ എല്ലാവരുടെയും വിചാരം എന്നറിയോ, ഇത് കല്യാണ ദിവസം ചെറുക്കനും പെണ്ണിനും വായിച്ച് കേൾപ്പിക്കാനുള്ള വാക്യമാണ്. പക്ഷെ കല്യാണ പെണ്ണിനും ചെറുക്കനും വേണ്ടിയല്ല എബ്രായ ലേഖനക്കാരൻ എഴുതിയത്. നിങ്ങളുടെ നടുവിൽ വിവാഹം നടക്കുമ്പോൾ ഈ വാക്യങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞ് എഴുതിയതല്ല. പിന്നെയോ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, എന്ത് ചെയ്യണം? നിങ്ങൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവും ആയിരിക്കട്ടെ. എന്നിട്ട് അടുത്ത വാക്ക്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ശിക്ഷ വിധിക്കും. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും, അല്ലെങ്കിൽ ശിക്ഷ വിധിക്കും. ഇത് തന്നെയാണ് ഇപ്പൊ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ച അതേ ഭാഗമാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞല്ലോ, ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ ഇരിക്കയില്ല. ഒരു വാക്യം ഇവിടെ വായിക്കാം, 1 കൊരിന്ത്യർ 7:5. എത്ര ആഴമായിട്ടാണ് ഇത്! പേഴ്സണൽ മാരേജ് കൗൺസിലിംഗിലാണ് സാധാരണ ഞങ്ങൾ ഇത് പറയാറുള്ളത്. എന്നാൽ ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇത് പറയേണ്ട, അറ്റ്ലീസ്റ്റ് വായിക്കേണ്ടതെങ്കിലും ഒരു ആവശ്യമെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ വായിക്കട്ടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ൽ നമ്മളിപ്പോ വായിച്ചു. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. 7-ലേക്ക് വരുമ്പോൾ, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യൻ നല്ലത്, എങ്കിൽ ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കും. ഇതും കല്യാണ വേദിയിൽ ഒതുങ്ങിപ്പോയി. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണിനും സ്റ്റേജിൽ നിന്ന് വായിക്കുമ്പോ ആർക്കും ഇത് നാണം കേട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞത് പ്രസംഗിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. മണവാളനും മണവാട്ടിക്കും ആ വിവാഹത്തിന് സകലമായ മനുഷ്യരോട് ഇരിപ്പുണ്ട്. അന്ന് വിശ്വാസികൾ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നേ, വിശ്വാസികളും അവിശ്വാസികളും എല്ലാരും ഉണ്ട്. സ്റ്റേജ് പാസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷെ മാന്യമായി വാക്യം വായിക്കുന്നതാണ്. ഓരോ പാസ്റ്റേഴ്സ് മുന്നോട്ട് വന്ന് മാറി മാറി വായിക്കുന്ന വാക്യം ഞാനിവിടെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത് പറയേണ്ടത് ആവശ്യമാണ്. ഇവിടെ എടുത്തു പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, 7:2. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഓരോരുത്തർക്ക് സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ തന്നെ അല്ല വേദപുസ്തകം പറയുന്നേ. അത് ഒരു കാരണം മാത്രമാണ്. ഇവിടെ എടുത്തു പറയുന്നു. എന്താ നമ്മളെ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച്, ദുർനടപ്പ് വിട്ട് ഇച്ചിരി മുകളിൽ വായിച്ചല്ലേ? എവിടെയായിരുന്നു ഞാനത് വായിച്ച്? എത്രാമത്തെ? 6:18. എവിടെ? 18 18 അല്ല 17. ഓക്കെ, 18 തുടങ്ങുന്നു. ദുർനടപ്പ് വിട്ട്, 1 കൊരിന്ത്യർ ഇപ്പൊ വായിക്കുന്ന തൊട്ട് മുകളിൽ, ദുർനടപ്പ് വിട്ട് ഓടിപ്പോകുവേ. എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണെ, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായി. ഈ കാര്യത്തെ കുറിച്ച് ദൈവമക്കൾക്ക് ബോധമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ അനന്തരഫലം എന്താണെന്നറിയോ? സ്വന്തം ശരീരത്തെ വിശുദ്ധവും മാന്യമായി സൂക്ഷിക്കാൻ ഓരോരുത്തരും പഠിക്കട്ടെ എന്ന് തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു, കൊരിന്ത്യ സഭയോട് പറഞ്ഞു. ദുർനടപ്പ് വിട്ട് ഓടിപ്പോവുകയും. അതെ, വീണ്ടും സഭയോട് പറയുന്നു ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് തുറന്ന് പറയുകയാണ് ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ പിന്നെ പറയുന്ന അടുത്ത വാക്ക് കേട്ടോണം, അങ്ങനെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോസ്തലൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സെക്ഷുവൽ ഇന്റിമസി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നമ്മൾ പറയുകയാണ് തെസ്സലോനിക്കൻ കൾച്ചർ ഇങ്ങോട്ട് വരരുത്, കൊരിന്ത്യൻ കൾച്ചർ ഇങ്ങോട്ട് വരരുത് പറഞ്ഞുകൊണ്ടായില്ല. ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവം എങ്ങനെയാണ് ആഗ്രഹിക്കുന്ന അറിഞ്ഞ് ആ ബന്ധങ്ങളിൽ, ആ സ്നേഹത്തിൽ, ആ വിശ്വസ്തയിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നും നമുക്ക് ബോധ്യമുള്ളപ്പോൾ മാത്രമേ, ആ ബോധ്യത്തോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ വിശുദ്ധവും മാന്യമായ ജീവൻ നയിക്കാൻ പറ്റൂ. എന്താ കാര്യം എന്നറിയോ? ഇന്ന് പലരുടെയും ജീവിതത്തിൽ അവരുടെ
ഫോൺ ഭർത്താവിന്റെ ഫോൺ ഭാര്യയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല, ഭാര്യയുടെ ഫോൺ ഭർത്താവിന് എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം ലോക്കിട്ട്, എല്ലാം നമ്പർ ലോക്കോ അല്ല ലോക്കോ ഒക്കെ ഇട്ട് വെച്ച്. കാരണം പേടിയാ, എടുത്താൽ ഫോണിനകത്തൂടെ എന്ത് കാണുമെന്നറിയാവോ? ഭർത്താവ് പേടിക്കുന്നു ഭാര്യ തന്റെ അവിശ്വസ്ത കാണുമെന്ന്, ഭാര്യ പേടിക്കുന്നു ഭർത്താവ് തന്റെ അവിശ്വസ്ത കാണുമെന്ന്. കാരണം കുടുംബ ജീവിതത്തിൽ സെക്ഷുവൽ ഇന്റിമസി ഇല്ലാത്തതുകൊണ്ട്, അതെ, ലൈംഗികമായ ആ അടുപ്പം, അഗാധമായ അടുപ്പമില്ലാത്തതുകൊണ്ട്, ആ അടുപ്പത്തെ നിമിത്തം എന്ത് സംഭവിക്കുകയാണ്? ദൈവം ഏത് ഉദ്ദേശത്തോടെ കുടുംബജീവിതം കൊടുത്തോ ആ ഉദ്ദേശം സാധിക്കാത്തത് കൊണ്ട് എവിടേക്ക് നീങ്ങുകയാണ്? സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്വന്തം ശരീരത്തെ മലിനപ്പെടുത്തിക്കൊണ്ട് അധാർമികമായ ജീവിതം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു സെക്ഷൽ ബിഹേവിയർ പോലും ഭവനത്തിൽ, അതെ, നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിന് പുറത്ത് അല്ല അത് സംഭവിക്കുന്നെങ്കിൽ അത് പാപമാണ്. അങ്ങനെയുള്ളവരെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ഇത് ദൈവസഭയിലെ ഓരോ വ്യക്തികളും അറിയാൻ അപ്പോസ്തലൻ ആ വാക്കുകൾ ഒരു ലജ്ജയും കൂടാതെ, യഹൂദരെ പോലെ കാമാസക്തിയിൽ പെടാതെ അസന്മാർ ഇത് വിട്ടൊഴിഞ്ഞ് വിശുദ്ധവും മാന്യവുമായി നിങ്ങളോട് ഓരോരുത്തരും അവരവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. ഇത് ഒരു ഭാഗമായി പറയുന്നത്. അതായത് വിവാഹം കഴിഞ്ഞവരുടെ കാര്യം. വിവാഹം കഴിയാത്തവർ, അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ശരീരത്തെയും മാന്യമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. കാരണം അവരും അറിഞ്ഞിരിക്കണം അതെ, ഒരു കിങ്ഡം കൾച്ചറില, ദൈവരാജ്യത്തിന്റെ ആ കൾച്ചറിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഓരോ കൾച്ചറും കാണുമ്പോൾ, മനുഷ്യന്റെ രീതി മാറി മറിയുമ്പോൾ, സ്വഭാവം മാറി മറിയുമ്പോൾ, പെരുമാറ്റം മാറി മറിയുമ്പോൾ, അവിടെ ദൈവമക്കൾ വക്രതയുള്ള തലമുറ രക്ഷിക്കപ്പെട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അതെന്റെ വിശുദ്ധീകരണമാ. ആ വിശുദ്ധീകരണത്തിൽ നിലകൊള്ളണമെങ്കിൽ എന്റെ ശരീരത്തെ എനിക്ക് മാന്യമായി കാത്തു സൂക്ഷിച്ചേ. അത് ശരീരത്തെ കാത്തു സൂക്ഷിച്ച് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അതുകൊണ്ട് എനിക്ക് ഫോണിൽ കൂടെ എത്ര വേണേലും, അതെ, പെൺ സുഹൃത്തുക്കളുമായി മിണ്ടാം, ആൺ സുഹൃത്തുക്കളുമായി മിണ്ടാം. അതൊന്നും ഇവിടെ പാപമായി പറഞ്ഞില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അത്രയും പച്ചയ്ക്ക് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കാരണം ഇതൊക്കെ കൂടുതൽ സംസാരിക്കുന്നതും പറയുന്നതും പേഴ്സണൽ കൗൺസിലിംഗിലാണ്. എന്നാൽ ദൈവവചന പഠനത്തിൽ ഇങ്ങനെ പറയേണ്ടത് ആവശ്യമെന്ന് എന്റെ ഹൃദയത്തിൽ ഉറപ്പ് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഭാഗങ്ങളെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അല്ല, ഇൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. കാരണം അപ്പോസ്തലന് ഒരു മടിയുമില്ലായിരുന്നു പച്ചയ്ക്ക് സഭയോട് ഇത് പറയുക. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്റെ ആഗ്രഹവും ദൈവത്തിന്റെ ആഗ്രഹവും ഒന്നാ. എന്താ അറിയോ? തെസ്സലോനിക്ക സഭയുടെ വിശുദ്ധീകരണം. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം ഒന്നായി തീരട്ടെ. എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണം ദൈവത്തിന്റെ ആഗ്രഹമാണെന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹവും അത് തന്നെ ആയിരിക്കട്ടെ. ഒരിക്കലും ചിന്തിക്കരുത്, അത് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. എന്താ പറയുക? ഇത് അപ്പോസ്തലനായ പൗലോസ് ഇത് പറഞ്ഞതെന്നു ചോദിച്ചാൽ, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അവരവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. ആർക്കും അതിന് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. ഈ കാര്യത്തിൽ ആരും സഹോദരങ്ങളെ ചതിക്കാനും ചൂഷണം ചെയ്യാനും പാടില്ല. എന്നിട്ട് ഇനിയും ചിന്തിക്കുവാണ്, ഇതൊക്കെ അങ്ങനെ ചിന്തിക്കരുത്. ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവരെ കർത്താവ് ശിക്ഷിക്കാതിരിക്കയില്ല എന്ന് ഞങ്ങൾ മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറയുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. നാളെ കൊരിന്ത്യയിൽ വന്ന പോലെ അവിടെ ഒരു വാർത്ത കേൾക്കാൻ ഇടവരരുത്. അപ്പോസ്തലൻ പറയണേ, എനിക്കത് കേൾക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് മുന്നമേ ഇത് അറിയിക്കുകയാണ്. ദൈവം നമ്മെ മലിനത നിറഞ്ഞ ജീവിതത്തിനല്ല, മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ചിന്തിക്കുക, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? വിവാഹം കഴിക്കാത്തവർ ചിന്തിക്കുക, വിവാഹം കഴിക്കുന്നത് വരെ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുമോ? ഈ തലമുറയിൽ പറ്റുമോ? ഒരു വെർജിനായിരിക്കാൻ പറ്റുമോ? അയ്യോ, നടക്കുന്ന കാര്യം. പണ്ടൊക്കെ അത് സാധിക്കുമായിരുന്നു. ഇപ്പൊ കാലം മാറി, കഥ മാറി, ജീവിതം മാറി, എല്ലാം വിരൽത്തുമ്പിലുണ്ട്. ബന്ധങ്ങൾ വളരെ എളുപ്പം ഉടലെടുക്കുന്നു. ജീവിതത്തിൽ ഒന്നിനും ഒരു സ്ഥായിയായ ഇതില്ല. ആർക്കും ആരെയും ഇവിടെ സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ വെർജിനിറ്റി ഒന്നും ഒരു പ്രശ്നമേ അല്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊക്കെ ദൈവത്തിനും അറിയാം. കാലം ഇങ്ങനെ പോകുന്നത് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്നറിയാവോ? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മലിന നിറഞ്ഞ ജീവിതത്തിലല്ല, മറിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ആരെങ്കിലും ചിന്തിക്കുക, ഐ ഡോണ്ട് കെയർ എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടി കേട്ടണം. ആകയാൽ ഈ നിർദ്ദേശങ്ങൾ നിരസിക്കുന്ന ആൾ മനുഷ്യരെയല്ല, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയ ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. പ്രിയരെ,
ഇന്ന് രാത്രി ഈ ദൈവവചന ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ അത്രയും വായിച്ചു അവിടെ തന്നെ അത് പറഞ്ഞ് ഇനി അവിടെ നിർത്തണമെന്നുള്ള ആഗ്രഹമാണ് ഞാൻ അത്രയും അല്പം സമയം ഞാൻ മുന്നോട്ടെടുത്തത്. കാരണം ആ പോർഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാതിരിക്കാനും കൂടെയാണ് ഞാനിത് എടുത്തത്. കാരണം ഇന്ന് രാത്രി വളരെ വ്യക്തമായി ദൈവമക്കൾ ഓർത്തോണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുമ്പോൾ by his spirit God has given us the resources for victory. നമുക്ക് പാപത്തെ ജയിക്കാനുള്ള എല്ലാ മുഖാന്തരങ്ങളും എല്ലാ വഴികളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്നുണ്ട്. We are responsible to us those resources. We are responsible to use those resources. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ റിസോഴ്സുകളെ ഉപയോഗിക്കാൻ നമ്മൾ തീർച്ചയായും കടപ്പെട്ടവരാണ്. ആരെങ്കിലും ചിന്തിക്കുകയാണ് ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ച മെസ്സേജ് അല്ല, ആരാണ് ഇച്ചിരൊക്കെ ഒരു ആരാ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നിങ്ങൾ അങ്ങനെ നിരസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരസിക്കുന്നത് മനുഷ്യരെ അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെയാണ് നിങ്ങൾ നിരസിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതെ പോകുകയില്ല. ദൈവം തീർച്ചയായും ദുർനടപ്പുകാരെയും അതെ അസന്മാർഗികളെയും ദൈവം ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? മനം തിരിഞ്ഞ് മനസ്സ് തിരിഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിലേക്ക് വരുന്നില്ല എങ്കിൽ, അതെ പാപത്തെ പ്രിവെന്റ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, പിന്നെ നമുക്ക് അവശേഷിക്കുന്നത് ദൈവത്തിന്റെ ശിക്ഷാവിധിയായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അതെ നമുക്ക് ഇങ്ങനെയൊന്ന് ആഗ്രഹിക്കാം, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തെസ്സലോനിക്ക സഭയോട് ഇത് പറഞ്ഞത് അവരാരും പാപത്തിൽ അകപ്പെട്ടെന്നുള്ള വാർത്ത കേട്ടിട്ടില്ല. എടത്വാ ടൗൺ ചർച്ചിനോട് ഇത് സംസാരിക്കുന്നത് ഇവിടെ എടത്വാ ടൗൺ ചർച്ചിൽ ആരെങ്കിലും പാപത്തിൽ അകപ്പെട്ടെന്നുള്ള വർത്തമാനം കേട്ടിട്ടല്ല. ആരെയും പാപം ചെയ്തതിന് ശാസിക്കുകയാണെന്ന് ധരിക്കേണ്ട. ദൈവത്തിന് തന്റെ സഭയെ കുറിച്ചുള്ള ഒരു ആഗ്രഹമാണ്. സഭ എന്ത് ചെയ്യണം? ദിനംതോറും വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ വീടിന് പുറത്തു പോയി ഒരു പാപവും ചെയ്യുന്നില്ല, അകത്ത് മൊബൈലിനകത്തുള്ള തെറ്റിദ്ധരിക്കേണ്ട. കുഞ്ഞുങ്ങൾ കേട്ടാട്ട്, കൗമാരപ്രായക്കാരും കേട്ടാട്ട്, യൗവനക്കാരും കേട്ടാട്ട്, അതെ ഏത് പ്രായത്തിലുള്ള ദമ്പതിമാരും കേട്ടാട്ടെ, അതെ മൊബൈലിലൂടെ ചെയ്യുന്നത് പാപമല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഈ മൊബൈൽ നിങ്ങൾക്ക് പാപ കാരണം ആകുന്നു എങ്കിൽ ഓർത്തോ, ദൈവം നിങ്ങളുടെ ദുർനടപ്പിനെ നിങ്ങൾ ഈ മൊബൈൽ നിങ്ങൾ ദൈവത്തിന് വിരുദ്ധമായ ദൈവകോപത്തിനിരയാകുന്ന വിധത്തിൽ ഇതിനെ നിങ്ങൾ യൂസ് ചെയ്താൽ, നിങ്ങൾ കാണാൻ പാടില്ലാത്തത് കണ്ടാൽ, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടാൽ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിലേക്ക് നിങ്ങൾ നമ്മൾ നീങ്ങിയാൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ആ അറിവുണ്ടാകട്ടെ, ദൈവം നമ്മെ ശിക്ഷിക്കാതെ വിടത്തില്ല. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവർ കേട്ടാട്ടെ, വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നവർ അവരുടെ ജീവിതത്തെ, അവരുടെ ശരീരത്തെ മാന്യവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ പഠിക്കണം. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സെക്ഷുവൽ ലിബർട്ടിയെ, ദൈവത്തിന്റെ ആ ദൈവിക വ്യവസ്ഥയെ അത് മനസ്സിലാക്കി കുടുംബജീവൻ നയിക്കുക. പിശാച് നമ്മളെ അതെ കുടുംബജീവിതത്തിന്റെ സെക്ഷുവൽ ലിബർട്ടിയെ എൻകറേജ് ചെയ്യത്തില്ല. അവൻ എപ്പോഴും കുടുംബജീവിതത്തിന്റെ പുറത്തുള്ള അതെ ലൈംഗിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വശീകരിക്കും. അവൻ നമ്മളെ വശീകരിക്കുമ്പോൾ നാം വശീകരിക്കപ്പെടാതെ ദൈവം തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥക്കൊത്തവണ്ണം അത് അനുഭവിച്ച് സന്തോഷിച്ച് സ്വന്തം ശരീരത്തെ വിശുദ്ധവും മാന്യമായി സൂക്ഷിക്കാൻ നമുക്ക് പഠിക്കാം. അങ്ങനെ നാം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ദൈവം നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുക. എന്താണെന്നറിയോ? തന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി ഈ ശരീരത്തെ വിശുദ്ധവും മാന്യമായി സൂക്ഷിക്കാൻ നമുക്ക് അവസരം തരിക. നാം അത് ചെയ്തില്ല എങ്കിൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യും. കേട്ടുകൊള്ളുക. ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവെ, ഞങ്ങൾ നിന്റെ മുന്നിൽ, ഞങ്ങൾ നിന്റെ വചനത്തിനു മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ വചനത്തെ നിരസിക്കത്തില്ല. നിരസിച്ചാൽ ഞങ്ങൾ ദൈവത്തെയാണ് നിരസിക്കുന്നത്. ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാതുകൾ, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഓരോ ഇടപാടുകളെയും അതെ അഗ്നിജാലക്കത്തെ കണ്ണോടുകൂടെ നീ ശോധന കഴിക്കുമ്പോൾ അതിനകത്ത് നിന്ദ്യമായത്, അതിനകത്ത് കുറ്റമായത്, അതിനകത്ത് അശുദ്ധമായത് ഒന്നും ഉണ്ടാകാൻ ഇടവരരുത് എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തിനു മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. തീർച്ചയായും ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് നമ്മുടെ ചുവടുകളെ വെക്കാം. നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറും നമ്മളെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ യൗവനക്കാരെയോ നമ്മുടെ പ്രിയപ്പെട്ടവരെയോ നമ്മയോ ബാധിക്കാതെ വേണം നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിന്റെ ദൈവരാജ്യത്തിന്റെ ആ കൾച്ചറിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ വളരെ വാണിങ് ഇന്ന് രാത്രി വീണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാ. എന്താണെന്നറിയോ? ദുർനടപ്പ്
ദുർനടപ്പ് വിട്ട് ഓടുവിൻ. അപ്പൊ ഒരു ചോദ്യം, ഇന്ന് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടവർ മാത്രമല്ല, വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പേ യോസഫിന്റെ ജീവിതത്തിലേക്ക് ആ വലിയ പ്രലോഭനം കടന്നു വന്നപ്പോൾ ആ വീട്ടിനകത്ത് നിന്ന് വട്ടം കറങ്ങിയാണ് ചെയ്തത്. എക്സാക്ട്ലി ഇവിടെ പറയുന്ന പോലെ ആ ചെറുപ്പക്കാരൻ, ആ കോമളൻ, ആ സുന്ദരൻ, അതെ, അവന്റെ സൗന്ദര്യം മറ്റൊരു സ്ത്രീക്ക് ആകർഷണമെന്ന് കണ്ട് അവൻ പാപത്തിൽ വീഴുമെന്ന് കണ്ടപ്പോൾ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ വാക്ക് അതുപോലെ നിറവേറിയ ഒരു മനുഷ്യനാ. ദുർനടപ്പ് വിട്ട് യോസഫ് ഓടി, വിട്ടോടി. അതിന്റെ നഷ്ടം എത്ര ആണെന്ന് സഹിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി നാം കിടന്ന് കറങ്ങുന്നവരാണോ അതോ വിട്ടോടുന്നവരാണോ? നമുക്ക് നമ്മളെ ശോധന കഴിക്കാം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കകത്ത് കിടന്ന് വട്ടം കറങ്ങുന്നവരാണോ അതോ വിട്ടോടുന്നവരാണോ? എല്ലാ പ്രായക്കാർക്കും, വിവാഹം കഴിക്കാത്തവർക്കും, വിവാഹം കഴിച്ചവർക്കും, പ്രായമുള്ളവർക്കും, കൗമാര പ്രായക്കാർക്കും, അതെ, ദൈവത്തിന്റെ ഈ ആലോചന അത് ഒരുപോലെ ഗുണകരമാകട്ടെ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ആ ദൈവഹിതം ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണം, ദേഹിയുടെ വിശുദ്ധീകരണം ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലാണ്, തികഞ്ഞ ഹിതമാണ്. അതെ, നമ്മുടെ ശരീരത്തെ മാന്യവും വിശുദ്ധമായി കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്.